സിദ്ദിഖിനെതിരെയും സർക്കാരിനെതിരെയും അതിരൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. നടൻ സിദ്ദിഖിന് കുറ്റകൃത്യത്തിൽ പ്രഥമദൃഷ്ട്യാ പങ്കുണ്ടെന്നും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമെന്നും കോടതി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ 5 വർഷം സർക്കാർ പുലർത്തിയ നിശബ്ദത നിഗൂഢം. ബലാത്സംഗ കേസിൽ സിദ്ദിഖിന് മുൻകൂർ ജാമ്യ ഹർജി തള്ളിക്കൊണ്ടുള്ള ഉത്തരവിലാണ് വിമർശനങ്ങൾ. ബലാത്സംഗ കേസിൽ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യ ഹർജി തള്ളിക്കൊണ്ടുള്ള ഉത്തരവിൽ പ്രതിക്കെതിരെ മാത്രമല്ല സംസ്ഥാന സർക്കാരിനെതിരെയും അതിരൂക്ഷ വിമർശനമാണ് ഹൈക്കോടതി നടത്തിയത്. കുറ്റകൃത്യത്തിൽ സിദ്ദിഖിന്റെ പങ്ക് പ്രഥമദൃഷ്ട്യാ വ്യക്തമാണ്. കുറ്റകൃത്യത്തിന്റെ ഗുരുതര സ്വഭാവം, തെളിവുകൾ എന്നിവ കണക്കിലെടുത്താൽ പ്രതിയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ്. കേസിന്റെ ശരിയായ അന്വേഷണത്തിനായി സിദ്ദിഖിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. പരാതി നൽകുവാനുള്ള കാലതാമസം കുറ്റമായി കണക്കാക്കാനാവില്ല. ഇരയെ വ്യക്തിഹത്യ നടത്താനാകില്ലെന്നും സിദ്ദിഖിന്റെ ലൈംഗിക ശേഷി പരിശോധിക്കണമെന്നും സാക്ഷികളെ സ്വാധീനിക്കുമെന്ന പ്രോസിക്യൂഷൻ വാദം കൂടി കണക്കിലെടുത്ത് മുൻകൂർ ജാമ്യം നൽകാനാകില്ലെന്നുമായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംബന്ധിച്ചും ഉത്തരവിൽ കോടതിയുടെ പരാമർശമുണ്ടായി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ 5 വർഷം നിശബ്ദത പാലിച്ചത് നിഗൂഢമെന്നാണ് ഹൈക്കോടതിയുടെ വിമർശനം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരസ്യപ്പെടുത്തിയത് ഇരകൾക്ക് അതിജീവിതമാരായി മുന്നോട്ട് വരാൻ ധൈര്യം പകർന്നുവെന്നും താഴ്ന്നതോ ഉയർന്നതോ ഏത് വിഭാഗത്തിൽപ്പെട്ടതാണെങ്കിലും സ്ത്രീ ബഹുമാനം അർഹിക്കുന്നുവെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. കൂടാതെ തനിക്കെതിരായ ബലാത്സംഗ കേസിലെ പരാതിക്കാരിക്ക് വിശ്വാസ്യതയില്ലെന്ന സിദ്ദിഖിന്റെ വാദം അനാവശ്യമെന്നും ഹൈക്കോടതി നിരീക്ഷണമുണ്ടായി. ലൈംഗിക അതിക്രമത്തിനിരയായി എന്നത് വെച്ച് പരാതിക്കാരിയുടെ സ്വഭാവത്തെ വിലയിരുത്തരുതെന്നും പരാതിക്കാരിയുടെ അതിജീവനമാണ് പരിഗണിക്കേണ്ടതെന്നും കോടതി എടുത്തു പറഞ്ഞു. പരാതിക്കാരിയെ ആക്രമിക്കുന്നത് അവരെ നിശബ്ദയാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമെന്നും ഹൈക്കോടതി കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ജനം, കൊച്ചി.